ഹലോ, അപ്പോൾ നമ്മൾ ഇന്നൊരു ഷെയ്ഡ് കോളർ കുർത്തിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കോളർ നെക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു ചുങ്കിടി മെറ്റീരിയലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചുങ്കിടി മെറ്റീരിയൽ നോർമലി എങ്ങനെയാണോ ചുരിദാറിൻ്റെ അളവുകളെല്ലാം മാർക്ക് ചെയ്യുന്നത് അതുപോലെയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം വ്യത്യാസം വരും. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് നോർമലി ചെയ്യുന്നതിനേക്കാൾ അര ഇഞ്ച് കൂട്ടി വേണം ചെയ്യാൻ വേണ്ടി. ഹൈ നെക്ക് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ അര ഇഞ്ച് കൂടി കൂട്ടി മാർക്ക് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നെക്കുകൾ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 2.5 ഇഞ്ചാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്, പക്ഷേ 3 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഷോൾഡറിന് ഒരു സ്ലോപ്പ് ചെയ്ത് കൂടി കൊടുക്കുക. പിന്നെ ബാക്കിയെല്ലാം നോർമലി ചുരിദാർ മെഷർമെൻറ്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന അളവുകളിലൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഷോൾഡർ സ്ലോപ്പൊക്കെ എല്ലാം ഒരുമിച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം. അതേപോലെ തന്നെ നെക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ബാക്ക് നെക്ക് നമുക്ക് ആദ്യമേ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് മാത്രമായിട്ട് നമുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഒരു ക്യാൻവാസ് പേപ്പർ ഒരു തുണിയിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു 10 ഇഞ്ച് നീളത്തിലും 8 ഇഞ്ച് വീതിയിലുമാണ് ഞാനിതിവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പർ ഞാനിവിടെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അത് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തില്ലേ, അത് സെയിം നമ്മുടെ ക്യാൻവാസ് പേപ്പറിൻ്റെ മേളിലായിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. തെന്നി ഒന്നും പോകാതെ കറക്റ്റായിട്ട് നമുക്ക് ആ നെക്കൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ക്യാൻവാസ് പേപ്പർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്ക് കറക്റ്റായിട്ട് ഫിനിഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുട്ട് സൂചിയൊക്കെ വെച്ചിട്ട് പിൻ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പിടിച്ചിട്ടുള്ളത്. മുട്ട് സൂചിയൊക്കെ വെച്ചിട്ട് പിൻ ചെയ്യുകയാണെങ്കിൽ തെന്നിപ്പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തെ നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചുരിദാറിൻ്റെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗവും ഒന്ന് ഞാൻ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ക്യാൻവാസ് പേപ്പറിൽ തന്നെ നമുക്ക് താഴേക്കായിട്ട് ഒരു 8 ഇഞ്ച് ഈ രീതിയിൽ കോണായിട്ട് വെച്ച് നമുക്കൊരു 8 ഇഞ്ച് നീളത്തിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് തല കയറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോളറിനൊക്കെ ആകുമ്പോഴത്തേക്ക് തല കയറാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കൊരു 8 ഇഞ്ച് നീളത്തിൽ നമുക്ക് താഴേക്കായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു 0.3 ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം താഴേയിലും അതേപോലെ തന്നെ 0.3 മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് താഴെ ഭാഗമായിട്ട് ചെറുതായിട്ട് ഒന്ന് പോയിൻ്റ് ചെയ്ത് ഒന്ന് കർവ് ചെയ്ത് വരക്കാം കേട്ടോ നമുക്ക്. അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും സെയിം ഇത് തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ ക്യാൻവാസ് പേപ്പർ കറക്റ്റായിട്ട് തെന്നാതെ വെച്ചതിന് ശേഷം നമുക്ക് ഈ താഴെ ഭാഗത്തായിട്ട് ഈ സൈഡ് ഭാഗത്തേക്ക് നമുക്കൊന്ന് കർവ് ചെയ്ത് ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഓവർലോക്കും കൂടി ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഓവർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് ഈ ക്യാൻവാസ് പേപ്പറും കൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ലൈൻ വരച്ചതിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടുസൂചിയൊക്കെ വെച്ച് പിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ സൈഡിൽ ഓവർലോക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മടക്കി അടിക്കണമെങ്കിൽ മടക്കി അടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓവർലോക്കാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെൻറ്ററിലൂടെ നമുക്ക് ഈ നമ്മൾ ലൈൻ വരച്ചില്ലേ അതിലൂടെ നമുക്കൊന്ന് കറക്റ്റായിട്ട് നമുക്ക് തെന്നാതെ നമ്മൾ പതിയെ കുറച്ച് സമയമെടുത്ത് ചെയ്താലും നല്ല ഫിനിഷിങ്ങിൽ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ആ ലൈനിലൂടെ നമുക്കൊന്ന് പോയിൻ്റ് ചെയ്ത് ആ പോയിൻറ്റിൽ കറക്റ്റ് ആ പോയിൻറ്റിൽ വരുത്തി നമുക്കൊന്ന് തിരിച്ചെടുത്തിട്ട് അതേ ലൈനിൽ തന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് നമുക്ക് ആ സെൻറ്ററിലൂടെ നമുക്കൊന്ന് കട്ടിട്ട് കൊടുക്കാം കേട്ടോ. കട്ടിട്ട് കൊടുത്ത് സ്റ്റിച്ചിലൊന്നും കൊള്ളാണ്ട് നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് തിരിച്ച് മറിച്ചെടുത്തിട്ട് പതിച്ചടിക്കുമ്പോഴത്തേക്ക് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അത് മറിച്ചെടുത്തിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നെക്കിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നെക്കിൻ്റെ രണ്ട് സൈഡിലും ക്യാൻവാസ് പേപ്പറോട് കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അരികത്ത് കൂടി. പിന്നെ അതുപോലെ തന്നെ ബാക്കിലെ പോർഷൻ നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അര ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കോളർ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നെക്കിൻ്റെ ഈ ഭാഗത്ത് തുടങ്ങി ബാക്കിൽ വരെ നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അത് എത്രയാണോ നീളം വരുന്നതെന്ന് നമുക്ക് നോക്കാം. അധികം വലിച്ചു പിടിക്കാതെ വീഡിയോയിൽ കാണുന്നത് പോലെ അധികം വലിച്ചു പിടിക്കാതെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇവിടെ 9.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലെങ്ങനെയാണ് ക്യാൻവാസിലേക്ക് മാർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിന് താഴേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുകളിലായിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നോർമലി എല്ലാവരും 3 ഇഞ്ചാണ് കോളറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഈ ടൈപ്പ് കോളറിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ചാണ് നോർമലി എല്ലാവരും കൊടുക്കുന്നത്. അതങ്ങനെ നമുക്ക് 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് നമുക്ക് താഴെ ഭാഗത്തായിട്ട് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. വീഡിയോയിൽ അധികം വ്യക്തമായി കാണുന്നില്ല. അപ്പോൾ നമുക്കൊരു 3 ഇഞ്ച് നമുക്ക് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് കറക്റ്റ് 9.5 ഇഞ്ച് നമ്മൾ അളവെടുത്തില്ലേ, ആ 9.5 ഇഞ്ച് താഴേക്കും മുകളിലായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കാം. ഇനി മുകളിലത്തെ പോർഷനിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് പുറത്തേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴെ ഭാഗത്തായിട്ട് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി മേളിലത്തെ ആ പോയിന്റിൽ നിന്ന് താഴെ മാർക്ക് ചെയ്ത ആ 3/4 ഇഞ്ചിൻ്റെ ആ പോയിന്റിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവ് എടുത്തിട്ട് നമ്മളിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ താഴെ ഭാഗത്ത്, അവിടേക്കായിട്ട് നമുക്കൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോളറിൻ്റെ മാർക്കിങ്ങുകളെല്ലാം കഴിഞ്ഞ് ഇതിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുട്ട് സൂചിയൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ക്യാൻവാസ് പേപ്പർ നമുക്കൊന്ന് ഒരു തുണിയിൽ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി വേണ്ടത് അതേപോലെ തന്നെ സെയിം ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ കോർണർ എത്തുമ്പോഴേക്കും നമുക്കൊരു നൂല് വെച്ച് കൊടുക്കണം. അത് നമ്മൾ തിരിച്ച് മറിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല കോർണർ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ക്യാൻവാസ് പേപ്പറിലൊന്നും കൊള്ളാത്ത രീതിയിൽ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ കോർണറിൽ എത്തിയപ്പോഴും ഞാനിവിടെ നൂല് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചുറ്റിനും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്ത് നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ നൂലെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് നമുക്ക് കോർണറുകളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നൂല് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ ഒരു പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസ് പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാനൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസ് പേപ്പറിൻ്റെ സെൻറ്റർ ഭാഗം നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തിലേക്ക് നമുക്ക് വെച്ചതിന് ശേഷം ഈ അരയിഞ്ച് ഗ്യാപ്പിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസ് പേപ്പറിൻ്റെ മറ്റേ വശം നമുക്ക് ഇതേപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ചിങ് ഒന്നും കാണാത്ത രീതിയിൽ നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ കോളർ നെക്കൊക്കെ എല്ലാം റെഡിയാകും. ഒരു വശം മാത്രമല്ലേ നമ്മൾ നെക്ക് അടിച്ചിട്ടുള്ളൂ. അപ്പം മറ്റേ വശത്തു കൂടി നമുക്ക് ഒന്ന് ക്യാൻവാസ് പേപ്പർ നെക്കിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മറ്റേ വശം അടിക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ക്യാൻവാസ് പേപ്പറിലേക്കൊന്ന് സ്റ്റിച്ച് വീഴാത്ത രീതിയിൽ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കോളറിൻ്റെ ഒരു വശത്ത് നിന്ന് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ചിങ് ഒന്നും കാണാത്ത രീതിയിൽ നമുക്ക് ഉള്ളിലേക്ക് മടക്കി നമുക്കൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കോളറിനൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സ്ലീവൊക്കെ പിടിപ്പിച്ചിട്ട് നോർമലി ജോയിൻ ചെയ്തെടുക്കുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.